നമ്മൾ ഇങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെടേണ്ടവരല്ല. എനിക്കറിയാം നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം അല്ലെ നിങ്ങളുടേതായിട്ടുള്ള ഈ സമയം അല്ലെ നിങ്ങളുടെ കരുതൽ എന്നൊക്കെ പറയുന്നത് അതിന് തക്കതായിട്ടുള്ള ഒരു വില നിങ്ങൾക്ക് കിട്ടില്ല. എനിക്കറിയാം. എന്താ അറിയോ, ഫുൾ ടൈം അവൈലബിൾ ആയതുകൊണ്ടല്ലേ അല്ലേ? നിങ്ങൾ നിങ്ങളുടെ കാര്യവും മാറ്റിവെച്ച് കംപ്ലീറ്റ് അവൈലബിൾ ആയിട്ട് മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ടോ മറ്റൊരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടോ ഒപ്പം നിന്നുകൊണ്ടല്ലേ നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയത്. അതല്ല അതിലെ സത്യസന്ധമായിട്ടുള്ള കാര്യം. ഒരു തരത്തിൽ ഉത്തരവാദിത്തം നമ്മൾ തന്നെയാണ്. ഞാൻ പറയട്ടെ, നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് അതല്ലെങ്കിൽ ഒരു ചെറിയ വിടവ് അല്ലെങ്കിൽ ചെറിയൊരു അകലം അതിനൊക്കെ ശേഷം പിന്നെയും ഒരുമിക്കാന്നൊക്കെ പറയുന്ന ബന്ധങ്ങളിൽ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇനി അത് ഒരുമിച്ചാലും ശരി, അതല്ല നിങ്ങൾ മറ്റൊരു ബന്ധം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാലും ശരി, ഒരുപാട് അവൈലബിൾ. അതായത് നമ്മളെല്ലാത്തിനും നമ്മുടെ കാര്യങ്ങൾ മാറ്റിവെച്ച് നമ്മളിങ്ങനെ കൂടെ നിൽക്കുക, അയാളുടെ നല്ലതിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുക, അയാൾ നല്ലതായിരിക്കാൻ വേണ്ടി മാത്രം നമ്മുടെ സമയം മാറ്റിവെക്കുക, നമ്മുടെ സമ്പത്തിന്റെ ഒരു ഭാഗം മാറ്റിവെക്കുക, നമ്മുടെ വിലപ്പെട്ട കാര്യങ്ങളൊക്കെ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി മാറ്റിവെക്കുക. അത്രയും അവൈലബിൾ ആയാൽ അത് കുറച്ചുകൂടി ഒന്ന് പിടിക്കുക. നമുക്ക് സ്നേഹം വേണം, ആത്മാർത്ഥത വേണം, ഇഷ്ടം വേണം. പക്ഷെ നമുക്ക് ആ വില കിട്ടുന്നുണ്ടോ നമ്മൾ നോക്കിയത്. നമ്മളെ ഒരുപാട് അങ്ങനെ ചവിട്ടിത്തേക്കുന്ന ഒരു ബന്ധമാണെങ്കിലും അത് സൗഹൃദമാണെങ്കിലും പ്രണയമാണെങ്കിലും അയാൾ സ്വന്തം വീട്ടിൽ തന്നെയാണെങ്കിലും ഇരിക്കേണ്ട കാര്യം.